എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നമ്മുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. നമ്മുടെ ജീവിത പാതയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ഇവിടെ ചർച്ച ചെയ്യാറുള്ളത്. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം മുതലെടുപ്പുകൾ. നമ്മുടെ ജീവിതത്തിൽ പലരും പല വിധത്തിലും നമ്മെ മുതലെടുക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടാവും ഒരുപക്ഷെ നിങ്ങൾ സാധു മനുഷ്യനാവും, കരുണയുള്ളവരാവും, ഭക്തിയുള്ളവരാവും. അപ്പോൾ ഏതൊരു തരത്തിലുള്ള മനുഷ്യരാണെങ്കിലും അവരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുതലെടുക്കുക എന്ന ലക്ഷ്യം മാത്രം കണ്ടുകൊണ്ട് നമ്മോട് ഇടപെടുന്ന, നമ്മളോട് സ്നേഹം ഭാവിക്കുന്ന പലരുമാണ് ഈ ലോകത്തിൽ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം നമ്മൾ പാവങ്ങളോട് ഒരുപാട് കരുണയുള്ള മനുഷ്യനാണ് അല്ലേ? ആണെങ്കിൽ അപ്പോൾ എന്തു ചെയ്യും? ആ തീരെ വീട്ടിലെ അവസ്ഥയൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മളെ മനസ്സിനെ അങ്ങനെ വിശ്വസിപ്പിച്ച് ആ രീതിയിൽ മുതലെടുക്കാനും, അത് പൈസയായിട്ടായാലും സാധനങ്ങളായിട്ടും ഒക്കെ വാങ്ങാൻ ഒരുപാട് കൂട്ടുകാർ വരും. അവർക്ക് സത്യം പറഞ്ഞാൽ ഒരു പണിയെടുക്കേണ്ട ആവശ്യമില്ല, ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. അവർ നമ്മുടെ ആ ഒരു മൃദുല വികാരങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന വർഗ്ഗങ്ങളാണ്. ആ കൂട്ടരെ നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും മനുഷ്യൻ വിട്ടുപോകാറുള്ളത് ഈ ഒരു തരം നമ്മുടെ ഇമോഷണൽ സ്ട്രൈക്ക് എന്ന് പറയാൻ, ഇമോഷണലായിട്ട് നമ്മളെ വൈകാരികമായിട്ട് നമ്മെ ഒരുപാട് സ്വാധീനിച്ച് നമ്മൾ അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിച്ച് അതിനെ മുതലെടുക്കുന്നവർ. പലരും അവരുടെ വീട്ടിലെ അവസ്ഥ, ഇപ്പോൾ കുട്ടികളുടെ കാര്യം, ഭാര്യയാണെങ്കിലും അസുഖമാണ്, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ ശാരീരികമായിട്ട് എങ്ങനെയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, കുടുംബത്തിന് വേണ്ടി സഹായം ആവശ്യം പെട്ടുകൊണ്ട് അവർ വരുമ്പോൾ നമുക്ക് തോന്നും ശരിയാണ്, പാവം, നമ്മുടെ വക എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ കരുണയുള്ളൊരു മനസ്സാണെങ്കിൽ തീർച്ചയായും നമ്മളവരെ സഹായിക്കാൻ തയ്യാറാവും. അവരെ നമ്മൾ സഹായിച്ചു. അത് കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങളായിട്ട് അങ്ങനെ തുടരെ പല ആവശ്യങ്ങളായിട്ട് നമ്മൾ സമീപിക്കുകയും നമ്മെ ഇമോഷണലി ചൂഷണം ചെയ്യുകയും ചെയ്തിട്ട് ജീവിക്കുന്ന ഒരുപാട് കൂട്ടരുണ്ട്. അവരെ നമ്മൾ തിരിച്ചറിയണം, അവരിൽ നിന്നും വിട്ടു നിൽക്കണം, നോ എന്ന് തന്നെ പറഞ്ഞവിടെ നിർത്തണം. പിന്നെ ഒരു തരം കൂട്ടർ വരുന്നത് ഭക്തിയുടെ പേരിലാണ്. ഭക്തി ഇപ്പം ഇവിടെയൊക്കെ ഉത്സവ സീസണായി കഴിഞ്ഞാൽ, ഇപ്പോൾ ദേവിയുടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതിന് തൊട്ടുമ്പ് ഗണപതിയായിരുന്നു. അതിന് കുറേ മുമ്പ് നമ്മുടെ ശിവൻ്റെ ജയന്തിയൊക്കെ ആയപ്പോൾ ആ സമയത്ത്, ഇനി വരാൻ പോകുന്നു ദീപാവലി, നവംബറൊക്കെ ആകുമ്പോൾ ദീപാവലി. ഈ സമയത്തൊക്കെ ഇപ്പോൾ ദേവിയുടെ പൂജ നടക്കുമ്പം ഒരുപാട് ആളുകൾ വേഷം കെട്ടിയിട്ട് ഇവിടെ വരും. ഒരു പണിയും ചെയ്യാതെ ദേവിയുടെ പേരിൽ വന്നതാണ്, നേർച്ചയാണെന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്നിട്ട് അരിയും സാധനങ്ങളും പൈസയൊക്കെ വാങ്ങിപ്പോകുന്ന ഒരു കൂട്ടർ. അതുകൊണ്ട് അവർ ജീവിക്കുന്നവർ, കുടുംബം പുലർത്തുന്ന, അതൊരു ജീവിതോപാധിയായിട്ട് കാണുന്ന ഒരു കൂട്ടർ. പലപ്പോഴും നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നുന്ന പല അവസരങ്ങളുണ്ടാവും. അതുപോലെ പല വിധത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭക്തിയുടെ പേരിലായാലും സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിലായാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമ്മളൊരിക്കൽ പരിചയപ്പെട്ട് അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ചാരിറ്റിയുടെ പേരിൽ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാര്യത്തിൻ്റെ പേരിൽ നമുക്കൊരു ബാങ്ക് നമ്പർ അയച്ചു തരാം, ഗൂഗിൾ പേ നമ്പർ അയച്ചു തരാം, നമ്മളിൽ നിന്ന് മാക്സിമം സാമ്പത്തിക സഹായം സ്വീകരിക്കാൻ തയ്യാറാവാം. നമ്മളായിട്ട് പരിചയം വേണമെന്ന് പോലുമില്ല. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, പോയാലൊരു വാക്ക്, കിട്ടിയാൽ ഒരാന. ഈ കൂട്ടരുടെ ലക്ഷ്യം അതുതന്നെയാണ്. ചോദിച്ചു നോക്കാം, തന്നാൽ അത് നമുക്ക് ലാഭം. ഇനി തന്നില്ല, നമ്മുടെ സൗഹൃദം ഉപേക്ഷിച്ച ആ വ്യക്തി നമ്മളെ ബ്ലോക്ക് ചെയ്ത് പോയാലും
നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. പിന്നെ പലപ്പോഴും നമ്മൾ പരിചയപ്പെടുകയും ഈ ഐ ഡി ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ഒറിജിനൽ പേര് വെച്ചാവില്ല, ഫേക്ക് ഐ ഡി ആയിരിക്കും. അപ്പോൾ ഫേക്ക് ഐ ഡിയിലൂടെ ഒരുപാട് ആളുകൾ വരികയും പരിചയപ്പെടുകയും നമ്മൾ ചാറ്റ് ചെയ്യുകയും അവരുടെ അവസ്ഥ, സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരിക അവസ്ഥ നമ്മളോട് പറയുകയും ചെയ്ത് നമ്മളിലൊരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാം. ഒരു സിമ്പതി ഉണ്ടാക്കി ആ സിമ്പതിയിലൂടെ നമ്മെ ചൂഷണം ചെയ്യാം. നമ്മുടെ നല്ല മനസ്സിൻ്റെ നല്ല മൃദുല ഭാവങ്ങളെ ചൂഷണം ചെയ്തിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ വളരെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും ഇതുപോലെ ഈ വ്യക്തി പല സ്ഥലത്തും ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഒരുപാട് സമയം പോകും. നമ്മൾ ലേറ്റായി കാണും. നമ്മുടെ പൈസയും പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ട് കാണും. അപ്പം നമ്മൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒരവസരത്തിൽ നിങ്ങൾ പൈസയില്ല, തൽക്കാലം തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ നമ്മളോട് റിയാക്ട് ചെയ്യുന്ന രീതി അത് നമ്മൾ ഞെട്ടിക്കും. കാരണം നമ്മളിതുവരെ കാണാത്ത രീതിയിൽ, നമ്മളവരെ ഒന്നും സഹായിക്കാത്ത രീതിയിലുള്ളൊരു പ്രതികരണമായിരിക്കും അത്തരം വ്യക്തികളിൽ നിന്നുണ്ട് ഉണ്ടാവുക. അത് നമ്മൾ ഭയങ്കര ഷോക്കിംഗ് ആവും. അപ്പം നമ്മളൊരാളെയും പറ്റിക്കാനോ അങ്ങനെ ചിന്തിക്കുന്നൊരു മനുഷ്യനല്ലാത്തതുകൊണ്ടായിരിക്കാം നമുക്കൊരുപാട് ഫീൽ ചെയ്യും. പിന്നെ ഒരു നിവൃത്തികേടിൻ്റെ പേരിൽ നമ്മൾ അവസാനമായിട്ട് എന്തെങ്കിലും കൊടുത്തു വരാം. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ മുതലെടുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ആ മുതലെടുപ്പിന് നമ്മളൊരിക്കലും നിന്നു കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെന്തും പറഞ്ഞോട്ടെ. പിന്നെ ഈ ഹണി ട്രാപ്പ് പോലത്തെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ കുഴഞ്ഞ് ഒരു മനുഷ്യൻ്റെ ഏകാന്തതയിലേക്ക് ഇടിച്ചു കയറി, അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടിച്ചു കയറി കുറച്ച് നമ്മളോടൊരു റൊമാൻറ്റിക്കായി സംസാരിക്കുമ്പം കുറച്ചൊരു റൊമാൻറ്റിക്കായ മനുഷ്യൻ അത് കേൾക്കുന്ന ഒരു സുഖം കൊണ്ടായിരിക്കാം സംസാരിച്ച് അതങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി അവരുടെ സാമ്പത്തികമായിട്ട് നമ്മൾ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ പല ഡോക്യുമെൻസും കൈമാറി നമുക്ക് രക്ഷപ്പെടാൻ ഒരു അവസരമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും പിന്നെ അത് ഒരു രക്ഷയില്ലാണ്ടാണ് നമ്മളിങ്ങനെ അത് പലരെ അറിയിക്കുകയും അത് പരസ്യമാവുകയും അങ്ങനെയൊക്കെ വന്ന അവസ്ഥയിൽ ആ മനുഷ്യൻ്റെ ഒരു അഭിമാനം നഷ്ടപ്പെടുന്ന രീതിയിൽ മാനം നഷ്ടപ്പെടുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങളെത്തും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ എത്തുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, ഇത് നാം അറിയാത്ത ആളുകൾ ഇത്രയും ഇതായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, വളരെ അടുപ്പത്തിൽ സംസാരിക്കുമ്പോൾ അതിലെന്തോ ഒരു മിസ്യൂസ് മണക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചറിഞ്ഞ് നമ്മൾ മാറി നിന്നാൽ നമുക്ക് രക്ഷപ്പെടാം. പലപ്പോഴും ഇപ്പം ഭാര്യയൊക്കെ മരിച്ച് റിട്ടയറായ മനുഷ്യൻ ഒറ്റപ്പെട്ട് നിൽക്കുമ്പം അയാളോട് നല്ല കുറച്ച് സംസാരങ്ങൾ, നല്ല പെരുമാറ്റങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ അയാളൊരു പക്ഷേ ആകർഷണമായി എന്ന് വരാം. ആ വൃദ്ധൻ അദ്ദേഹത്തെ പറ്റിക്കാനും അദ്ദേഹത്തെ മുതലെടുക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെ വരും. ഇതൊരു ഒരു മാഫിയ തന്നെയാണ്. ഹണി ട്രാപ്പ് എന്നൊക്കെ പറയുന്ന ഒരു മാഫിയ തന്നെയാണ്. അതൊക്കെ മുതലെടുപ്പുകളുടെ ഒരു വശമാണ്. നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഇത്തരം മനോഭാവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും, ഇപ്പോൾ ദയയാണെങ്കിലും കരുണ ഉണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ ഭക്തി നമുക്ക് കൂടുതലാണെങ്കിലും ഒക്കെ നമ്മളത് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് മറ്റുള്ളവരൊന്ന് പറ്റിക്കപ്പെടാനൊരു അവസരം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് നിൽക്കണം. അപ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരു വിഭാഗം ആളുകൾ, നല്ലൊരു വിഭാഗം എന്ന് തന്നെ പറയാം, ആളുകൾ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കിട്ടിയാൽ സാമ്പത്തികമായ ഇത്തരം ലാഭങ്ങൾ. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ എല്ലാവരും ജാഗരൂകരായിരിക്കുക, ശ്രദ്ധിക്കുക. നമ്മെ സ്വയം ഒരു ട്രാപ്പിൽ പെടുത്താൻ നമ്മൾ അവസരം കൊടുക്കാതിരിക്കുക.
ഓക്കെ, ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നിർത്തുന്നു. ഇനിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം പുതിയൊരു വിഷയമായിട്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, സുരേഷ് പുന്നൂർ, പുനെ.